കേരള സ്റ്റേറ്റ് പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ അവാർഡ് ദാനവും പരിപാടി, അതായത് ഈ വരുന്ന 30-ാം തീയതി വാർഷികാഘോഷം പുരസ്കാര സമർപ്പണ ചടങ്ങിനെ കുറിച്ചിട്ട് നിങ്ങളെ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇത്തവണത്തെ നമ്മുടെ പാരന്റ് അസോസിയേഷൻ്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം കവി കെ സച്ചിദാനന്ദനാണ് നൽകുന്നത്. അതുപോലെ തന്നെ സാമൂഹിക രംഗങ്ങളിൽ പ്രശസ്തമായ രീതിയിൽ വർക്ക് ചെയ്യുന്ന പൊതു രംഗത്തുള്ള വിദ്യാഭ്യാസ മേഖലയെയും കലാ സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങളോട് പറയാനാണ് വന്നിരിക്കുന്നത്. ഇതിന് ഒരു വാക്ക് പറയുന്നതിന് സംഘടനയുടെ പ്രസിഡന്റ് പ്രൊഫസർ വി ജി തമ്പി മാഷെ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും അർത്ഥവത്തായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്, പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് അത് ഊർജ്ജസ്വലമായ രീതിയിൽ പ്രവർത്തിക്കുകയും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ നമ്മുടെ ക്ലാസ് മുറികളോ വിദ്യാലയങ്ങളോ അതിനപ്പുറത്ത് എന്തൊക്കെയാണ് അധ്യാപകർക്ക് ചെയ്യാൻ സാധിക്കുക, സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ട് അധ്യാപകർക്ക് ക്ലാസ് എടുക്കുക മാത്രമല്ല മറ്റനേകം കാര്യങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തെ പരിഷ്കരിക്കാനൊക്കെ അധ്യാപകർക്ക് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അധ്യാപകരെ ഓരോ വർഷവും ആദരിക്കുകയും അവർക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സംഘടനയാണിത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾക്കും ആദരവ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാകെ എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണിത്. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 10ാം വാർഷികം ഈ ഡിസംബർ 30-ാം തീയതി കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിന് നിരവധി പുരസ്കാരങ്ങൾ ഇതോടനുബന്ധിച്ച് നടത്തുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെ സച്ചിദാനന്ദനാണ് ഗുരുശ്രേഷ്ഠ അവാർഡ് നൽകുന്നത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു പുരസ്കാരമായിട്ട് കണക്കാക്കുന്നത്. മറ്റെല്ലാം തന്നെ അത്ര തന്നെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ തന്നെയാണ് മറ്റു പുരസ്കാരങ്ങളും. അതേക്കുറിച്ച് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജയപ്രകാശ് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മളോട് മാഷ് പറഞ്ഞ പോലെ 10ാമത് വാർഷികമാണ്. സംസ്ഥാന PTA കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളില്ല. ഇതുപോലെ ഇപ്പോൾ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നമ്മൾ കവി സച്ചിദാനന്ദന് നമ്മൾ സമർപ്പിക്കുന്നു. അതുപോലെ ഈ വർഷത്തെ ചിത്ര നമ്പൂതിരിപ്പാട് സ്മാരക പുരസ്കാരം, കീർത്തിശ്രേഷ്ഠ പുരസ്കാരം കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും, അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുരസ്കാരമായ വിദ്യാശ്രേഷ്ഠ പുരസ്കാരം നമ്മുടെ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ പ്രിൻസിപ്പാളായിട്ടുള്ള ഡോക്ടർ ഫാദർ മാർട്ടിൻ കുളമ്പുറത്തിനാണ് നൽകുന്നത്. അതുപോലെ കേന്ദ്ര സീനിയർ ഫെലോഷിപ്പ് കിട്ടിയിട്ടുള്ള ഷാജു പുതൂരനെ നമ്മൾ ചടങ്ങിൽ ആദരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 11 വർഷമായിട്ട് സംസ്ഥാന PTA പരിപാടികളിലും അതുപോലെ തന്നെ സംസ്ഥാന PTA നേതൃത്വത്തിൽ നടക്കുന്ന സിവിൽ സർവീസ് ക്ലാസ്സുകളിലും 11 വർഷമായിട്ട് കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ് ഞങ്ങൾ ഇത്. അത് ഒരുപാട് കുട്ടികളെ നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പ്രതിജ്ഞ സഹായകമായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു അനുഭവമാണ്. നമ്മൾ ഈ ഒരു ചടങ്ങിൽ വെച്ചിട്ട് അത് സംസ്ഥാന ഗവൺമെന്റിനെ സമർപ്പിക്കുകയാണ്. നമ്മളത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ലാസ് മുറികളിലോ അല്ലെങ്കിൽ സ്കൂളിന്റെ പ്രയർ സമയങ്ങളിലോ ചെല്ലാനായിട്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നമ്മൾ കൈമാറുകയാണ് ഈ വേദിയിൽ വെച്ചിട്ട്. ബാക്കി പുരസ്കാരങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. പറയണമെങ്കിൽ പറയാൻ മാത്രമേ ഉള്ളൂ. സാംസ്കാരിക രംഗത്തെ പുരസ്കാരം എന്ന് പറയുന്നത് M തങ്കമണിയാണ്. ഞാൻ അവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ആരോഗ്യരംഗത്തെ പുരസ്കാരം ഡോക്ടർ TM ആനന്ദകേശവൻ. അതുപോലെ വാർത്താമാധ്യമം ഉണ്ണി കോട്ടയ്ക്കൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയായിരിക്കും. വിദ്യാഭ്യാസം സാമൂഹ്യ സേവനം ഡോക്ടർ അരുൺ കരിപ്പാൽ. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനം എല്ലാ പ്രാവശ്യം നമ്മൾ വ്യക്തികൾക്കാണ് കൊടുക്കാറ്. ഈ പ്രാവശ്യം അത് ഒരു സ്ഥാപനത്തിനാണ്, ശ്രീ പാർവതി സേവാനിലയം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനാണ് കൊടുക്കുന്നത്. അതുപോലെ സ്കൂൾ അവാർഡുകൾ, ബെസ്റ്റ് PTA അവാർഡ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാട്, എയ്ഡഡ് ഹൈസ്കൂൾ വിഭാഗം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൽത്തുരുത്ത്, അതുപോലെ എൽത്തുരുത്ത് തൃശ്ശൂർ, ഗവൺമെന്റ് UP സ്കൂൾ വിഭാഗം GM UP സ്കൂൾ അരിക്കോട് മലപ്പുറം, എയ്ഡഡ് UP സ്കൂൾ വിഭാഗം KNM MES UP സ്കൂൾ എടത്തല എറണാകുളം,
ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ വിഭാഗം ഗവൺമെന്റ് UP സ്കൂൾ അക്കരപ്പാടം വൈക്കം കോട്ടയത്താണ്. എയ്ഡഡ് LP സ്കൂൾ വിഭാഗം AMN LP സ്കൂൾ പുളിക്കൽ മലപ്പുറം എന്നീ വിദ്യാലയങ്ങൾക്കാണ് നമ്മൾ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി അദ്ദേഹം മുഖ്യാതിഥിയായിരിക്കും. കേരള പോലീസ് അക്കാദമിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ PA ആരിഫ് മുഹമ്മദ് IPS, അതുപോലെ നമ്മുടെ മുൻ നിയമസഭ സ്പീക്കറായിരുന്ന അഡ്വക്കേറ്റ് തേറമ്പ് രാമകൃഷ്ണൻ, ഡോക്ടർ SK വസന്തൻ, അതുപോലെ സിനിമാ സീരിയൽ നടനും എഴുത്തുകാരനുമായ ഹരി P നായർ, അങ്ങനെ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളാണ്, പ്രധാനപ്പെട്ട ആളുകളെയാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്തരം ആളുകളൊക്കെ അതിൽ പങ്കെടുക്കും. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ അവാർഡ് മേളയായിട്ട് സംസ്ഥാന PTAയുടെ ഈ ഒരു ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഈ ഒരു അവാർഡ് മേള കഴിഞ്ഞാൽ അടുത്ത ഇത് എന്നാണ് പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ എല്ലാ പുരസ്കാരങ്ങൾക്കും മെമന്റോയും പ്രശസ്തി പത്രമാണ് നമ്മൾ കൊടുക്കുക.